ഒറ്റടിയിൽ നടനായ അതേമാതിരി കിഴപ്പെട്ട് ഇട്ടും ചിട്ട് പോരും. ഓ അതിനാലെ മാനസിക രോഗം പിടിക്കും. വേറെ സിനിമ കിട്ടിയില്ലെങ്കിൽ ഓന് മാനസികമായി. സിനിമ തന്നെ വേണമെന്നില്ല. ഇല്ല, കാരണം ഇന്ന കുറച്ച് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അറിയാമെന്ന് എൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യ ജന്മത്തിന് അതേ ആവശ്യമുള്ളൂ. തലേ കെട്ടിക്കോ, അങ്ങനെയാണ് കെട്ടും. പിന്നെ സ്ഥിരം കെട്ടാണ്. സിനിമ കാണുമ്പോൾ എന്താ സംഭവിച്ചാൽ പഴയ കാലത്തെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ വലിയ വലിയ മെസ്സേജുകളുണ്ടാവും മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഞങ്ങളൊക്കെ സിനിമ കണ്ടിരുന്ന കാലത്ത് ഇപ്പോഴത്തെ സിനിമ എങ്ങനെയാണെന്ന് ഞാനറിയില്ല. ഞാൻ എല്ലാം കൊണ്ടും ജീവിതത്തിൽ വെറുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇന്നത്തോടു കൂടി ജീവിതം അവസാനിക്കുക. ആ ഒരൊറ്റ പടം എന്നെ രക്ഷപ്പെടുത്തിയത് അത് ഇപ്പം ഇരുന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ സിനിമ മാധ്യമല്ലേ. അതെ അതെ. എന്ത് ജാതി എന്ത് മതം, നേരത്തെ പറഞ്ഞ അഹംബ്രഹ്മാസ്മി, ജാതിയില്ല മതവുമില്ല ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഒരു ഈച്ച തൊട്ട് എറുമ്പ് തൊട്ട് എല്ലാ ജീവിയും ഒന്നാണ്. ഇടയിൽ വിശ്വത്തെ ജയിച്ചിടാം മച്ചാരൂഢം പിഴച്ചിടിൽ വെട്ടുകൊണ്ട് മരിച്ചിടാമെന്ന അനാരത്ന കിരോട ജലമണി മഹാകുണ്ടലം അസ്താഭ്യം കർമ്മമന്ത്രേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുണ്ട് ഞാൻ ചെല്ലുകയില്ല. ഇങ്ങനെ തൊട്ടിട്ട് അങ്ങോട്ട് ചെല്ലി പിന്നെ അങ്ങോട്ട് ഇതാവുകയാണ്. ഹലോ, വെൽക്കം ടു സിനിമാടെക്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഉണ്ണി നായരാണ്, ഉണ്ണിച്ചേട്ടനാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ എന്താ വിളിക്കേണ്ടത്? ചേട്ടൻ വിളിച്ചാൽ മതി. അങ്ങനെ മതി. മതി. എന്റെ പേരതല്ലേ, ഇനിയിപ്പോ അത് മാറ്റാൻ പറ്റൂ. അതല്ല, പ്രായം കൊണ്ട് ഒരു അപ്പൂപ്പനൊക്കെ അയ്യോ അങ്ങനെയൊന്നും ഉണ്ണിച്ചേട്ടാന്ന് വിളിച്ചാൽ മതി. ദൈവങ്ങൾ എന്താ വിളിക്കല്, അതിന്റെ പേരല്ലേ വിളിക്കല്. എത്രയോ കാരണന്മാരാണ്, എത്ര ആൾക്കാർ തൊഴുന്ന ആൾക്കാരും. അവരെ മുരുകൻ എന്ന് അറിയുന്നുണ്ട്. മുരുകൻ നല്ല മുരുകേട്ടെന്ന് വിളിക്കലുണ്ടോ? പിന്നെന്താ പറയുള്ളത്, ഉണ്ണി ആയിരം തന്നെ വിളിച്ചാൽ മതി. അല്ല പിന്നെ ഇപ്പം ദൈവത്തിന്റെ ഒരു പശു നല്ല ശിവഭക്തനാണല്ലേ? അത് ഉറച്ച ഭക്തിയാണ്. എനിക്ക് അത് എന്റെ മനസ്സിലാണ്, നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല. അല്ല അല്ല. അപ്പൊ ശിവന് എന്താണ് അത്ര ഒരു ഭക്തി തോന്നാൻ കാരണം? ശിവഭക്തി ഒരുപാട് ദൈവങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതിലെന്താണ് ശിവനോട് കൂടുതൽ ആരാധന? അതൊരു മഹാശക്തിയാണ്, അത് പറഞ്ഞാലാവില്ല. ഏത് ദൈവം ഉണ്ടെങ്കിലും മുകളില് അദ്ദേഹമാണ്. ഒരു ഹൈന്ദവനെ സംബന്ധിച്ചായിരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ പറയല്ലേ ഞാൻ കേട്ടോ. കാശിയിൽ വിശ്വത്തിന് നാഥന, രാമന്റെ ഈശ്വരനാണ്. അപ്പൊ പിന്നെ അയളനല്ലേ വലുത്. ഹിമാലയത്തിന് മുകളിൽ ഇരിക്കുന്നത് അയളന്നെ. അഹം ബ്രഹ്മാസ്മി. ശിവൻ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ധ്യാനങ്ങളും അതിന്റെ ഇതൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി പറയണമെങ്കിൽ പറയണ്ട്. 5 പരമശിവന് 5 രൂപത്തിലാണ്. അല്ലാതെ നമ്മൾ കൈലാസത്തിൽ ഓടേണ്ട ആവശ്യമില്ല. ഇരുന്ന ഇരിപ്പിൽ സാധിക്കണം. ഓനാണ് യോഗ്യൻ. സാധിക്കണം. കുടുംബത്തിന് ഒരു കയ്യിൽ പിടിക്കണം, ദൈവത്തിന് ഒരു കയ്യിൽ പിടിക്കണം, മഹാദേവനെ. എന്നിട്ട് നേടണത് അനുഗ്രഹം. പറയാൻ എളുപ്പമുണ്ട്, പുസ്തകത്തിൽ വായിച്ച് പഠിക്കാൻ എളുപ്പമുണ്ട്. മുലപ്പാല് ചെറുപ്പത്തിൽ കുടിച്ചത് ചോദിക്കും. ദൈവം, മഹേശ്വരൻ ആത്മാവിനെ പരീക്ഷിക്കുക. അതായത് നിങ്ങൾ മനസ്സിനെയാണ് പരീക്ഷിക്കുക, ആത്മാവിനെ പരീക്ഷിക്കില്ല. അത് പരിശുദ്ധ ആത്മാവിനാണ് അദ്ദേഹവും. മനസ്സിനെ പരീക്ഷിക്കും. സേവ എന്ന് പറഞ്ഞാൽ സേവകൾ 2 തരത്തിലുണ്ട്. ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയുന്നത്, ജലത്തിൽ നിന്ന് ചെകുത്താൻ സേവ ഉണ്ട്. മഹാദേവന്മാരെ ദേവന്മാരെ ധ്യാന സേവയാണ്. ശിവന് ഇരിക്കേണ്ട ചില ധ്യാനങ്ങളുണ്ട് ഇരിക്കുമ്പോൾ. അങ്ങനെ ചെയ്യണം. അതിൽ മനസ്സിനെ വല്ലാതെ പരീക്ഷണങ്ങൾ നടത്തും. അതിലൊക്കെ ഇപ്പം വിജയിക്കണം. മുലപ്പാല് കുടിച്ചങ്ങോട്ട് ചോദിക്കും. അങ്ങനെ കുറെ പരീക്ഷണം നടത്തിയിട്ടാണ് നമുക്ക് നേടിത്തരുന്നത്. അത് ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ആ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. അത് ദീക്ഷ കൊടുക്കുക എന്ന് പറയില്ലേ. ചില ആൾക്കാർ പറഞ്ഞേക്കാം, ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ദീക്ഷയായിട്ട് ജനിച്ചത് ഉണ്ട്. അവർക്ക് മഹാദേവന്റെ ദീക്ഷ ഉണ്ടെങ്കിൽ അത് ആ ആളെ കണ്ടങ്ങനെ അറിയും രൂപം എങ്ങനെയാന്ന്. മഹാകുംഭമേളക്കൊക്കെ കുംഭമേളക്ക് പോണില്ല, ഒന്നിനും പോണില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇരുന്ന് മഹാദേവനെ വിളിക്കും. എനിക്കത് മതി. എനിക്കറിയാം മൂപ്പരെ വേണ്ടടുത്ത് വളങ്ങുന്നു. ഞാൻ അതിനെ പറ്റി പറയും. സിനിമ മറ്റേ പോട്ടെ, അവിടെക്കട്ടെ. അതെ, അത് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പരിവാർ സിനിമ കഥാപാത്രത്തിൽ നോക്കുമ്പോൾ ഭയങ്കര അതാ ഒരു നമ്മൾ പോസ്റ്റർ നോക്കുമ്പോൾ തന്നെ വൈറ്റ് മുണ്ടും ഒരു റെഡ് ജുബയൊക്കെ ഇട്ടിട്ടാണ്, ഒരു കോട്ടൊക്കെ ഇട്ടിട്ട്. അതാണ് ആ കഥാപാത്രം. അങ്ങനെ ഒരു വെറൈറ്റി, അങ്ങനെ ഒരു കഥാപാത്രം കിടക്കുന്ന ഒരു കഥാപാത്രമാണ് അതിൽ. പിന്നെ സിനിമയിൽ വേഷം അവര് തരുന്നത് ചെയ്യാന്നാണ്. ഏത് വേഷമാണെങ്കിലും ചെയ്തോളുക, പറ്റണതാണെങ്കിൽ. പറ്റാത്തതാണെങ്കിൽ പറ്റില്ല എന്ന് വിട്ടു പറയാം. ഇതില് എന്താ പറയാ, ഒരു കോമഡി, ഒരു സീരിയസ് ആയിട്ടാ തോന്നുന്നത്. പരിവാറില് സീരിയസ് കഥാപാത്രമാണോ? മെയിൻ കഥ ഒരു എല്ലാവരും കൂടി ഒരു നല്ലൊരു കുടുംബസ്ഥനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്.
പക്ഷെ എണീച്ചിരിക്കുന്നില്ല, കിടന്നിട്ട് തന്നെയാണ്. കിടന്ന കിടപ്പിലാണ്. കിടന്ന കിടപ്പിലാണ് അഭിനയിച്ച് തീർത്തിട്ടുള്ളത്. കിടന്ന കിടപ്പ് തന്നെ കിടക്കുമ്പോ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എന്ത് ബോറിംഗ്? അതൊരു അഭിനയല്ലേ, സവാസനം ചെയ്ത് പഠിച്ചോണ്ട് പിന്നെ എന്താ അഭിനയം? അതൊരു അഭിനയമാണ്. അതിന് മൊത്തം ആ കിടക്കണ കിടത്തത്തിലെ മുഖവും ഭാവങ്ങളൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്തി എടുക്കാൻ സാധിക്കും. സാധിക്കണോന്നിട്ടോ, അല്ലാത്തവനൊന്നും സാധ്യമല്ല. സാധിക്കുന്നവനാണ് നടനല്ലേ? സാധിക്കണം മോനാണ് നടൻ. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും. ഞാൻ ഉസ്താദ് ഹോട്ടലാണ് എൻ്റെ ആദ്യ പടം. സുഡാനി ഫ്രം നൈജീരിയ ആണ് എല്ലാരും പ്രേക്ഷകര്. അത് 4-5 സിനിമ പിന്നെ കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ ആ പടം. ഹദിയ എന്ന് പറഞ്ഞൊരു പടം, കിസ്മത്ത് പറഞ്ഞ പടം, അതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് അത്. എല്ലാരും പറയുമ്പോ സുഡാനി ഫ്രം നൈജീരിയയിലാണ് ആദ്യമായിട്ട്. ഞാൻ കുറച്ചു മുന്നേ ചോദിച്ചപ്പോ സുഡാനി ഫ്രം നൈജീരിയ തന്നെയാണെന്ന് എന്നോട്. സുഡാനി അല്ല, എന്റെ ആദ്യ പടം ഉസ്താദ് ഹോട്ടലാണ്. അതില് ഡയലോഗില്ല. ചെറിയ വണ്ടി വന്ന് വീണിട്ടുണ്ടെങ്കിൽ ചെറിയ മുറിയാവുള്ളൂ. സൈക്കിൾ വന്ന് വീണാൽ ചെറിയ മുറിയാവുള്ളൂ. മോട്ടോർ സൈക്കിൾ വന്ന് വീണാൽ കുറച്ചുകൂടി വലിയ മുറിയാവും. കാറ് വെച്ച് ഇടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിലും അപ്പുറത്തേക്കാവും. പ്ലെയിനിൽ നിന്ന് നിങ്ങൾ വീഴുകയാണെങ്കിൽ ഒന്നും പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. അതേമാതിരി ഒറ്റയടിയിൽ നടനാവാൻ പാടില്ല. ചെറുത് 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 ചെയ്ത് നടനാവണം. അത് ഒറ്റയടിയിൽ നടനായ അതേമാതിരി കിഴപ്പെട്ട് ഇട്ടും ചിരിട്ട് പോരും. അതിനാലെ മാനസിക രോഗം പിടിക്കും. വേറെ സിനിമ കിട്ടിയില്ലെങ്കിൽ അവന് മാനസികമായി. പിന്നെ അതിന് മരുന്ന് നടക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ നഷ്ടപ്പെടും. അത് വേണ്ട. ചെറുതും ചെറുതെന്ന് ചെയ്ത് പിന്നെ കുറച്ച് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞു. അറിയില്ലേ? ആ അറിച്ചിൽ മതി എൻ്റെ ജീവിതത്തിൽ. ഇനി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ സിനിമ, അല്ലെങ്കിൽ എനിക്ക് സിനിമ വേണ്ട. ഇനി സിനിമ തന്നെ വേണമെന്നില്ല. ഇല്ല, കാരണം ഇന്നെ കുറച്ച് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന എൻ്റെ ആവശ്യമുണ്ടോ? ഒരു മനുഷ്യ ജന്മത്തിന് അതേ ആവശ്യമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളെ അറിയണം. ഇങ്ങനെ ഒരാൾ ജീവിച്ചെന്നുള്ളത് അത്ര മാത്രമേ ഇതിൽ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല അപ്പം അതുകൊണ്ട് കോടീശ്വരനാവാനോ ലക്ഷപ്രഭു ആവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഈ തോർത്ത് തലയിലാണ് കെട്ടാറുള്ളത്. തലയിലാണ് ഞാൻ മിക്കവാറും കെട്ടല്. ഇന്ന് തോളിലിട്ട് വെറുതെ ഇന്ന് വെറുതെ പെങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തല കെട്ടി വലിയ ആളായിട്ടിരിക്കുന്ന മോശമല്ല തോളിലിട്ടാ. അതുകൊണ്ട് ഇട്ടതാ. പക്ഷെ തലക്കെട്ട് കെട്ടുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലാണ്. അതെ, അതുണ്ട്. തലക്കെട്ട് കെട്ടലുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യണില്ല വെച്ചിട്ട് ഇങ്ങനെ ആയതാ. മറ്റേ ഞാൻ അങ്ങനെ കെട്ടും. ഒന്ന് തലേ കെട്ടിക്കോ. അങ്ങനെ കെട്ടും. ഇതിന്റെ സ്ഥിരം കെട്ടാണ്. സിനിമക്കായിട്ട് കെട്ടല് പതിവില്ല. ഇങ്ങനെ തന്നെയാണ് ഞാൻ. എന്റെ അച്ചാച്ചനും ഇങ്ങനെ കെട്ടാറുണ്ട്. നല്ല രസമാണ്. മലബാറിലുള്ള ഒരു സ്റ്റൈലാണ് ഇത് അല്ലേ? എന്റെ സ്റ്റൈൽ ഇതാണ്. ബീഡി ഉണ്ടാവും കച്ചില്, എപ്പോഴും ബീഡി വലിക്കും. തലക്കെട്ടും ഉണ്ടാവും. ചായ നല്ല കുടിക്കും. ഇതാണ് എന്റെ സ്വഭാവം. ബീഡി വലിക്കും നന്നായിട്ട്. ബീഡിയൊക്കെ വലിക്കും. സിഗരറ്റ് വലിക്കില്ല? അല്ല, ആ വക തൊഴിൽ ബീഡി മാത്രം. കന്നുകാലി കച്ചവടം ചെയ്യുന്നത്. ഇപ്പൊ സിനിമ നടനൊക്കെ വലിയൊരാളായപ്പോ കന്നുകാലി കച്ചവടം വിട്ടിട്ടില്ല ഇതുവരെ. എവിടെ വലിയ ആളാവണം? വലിയ ആളാവണ്ട. എനിക്ക് വലിയ ആളായ അഹംഭാവം കൂടും. എനിക്ക് ഞാനെന്ന ഭാവം വരും. വരാൻ പാടില്ല. അതിനെ ആഗ്രഹിക്കാത്ത ആളായ ഞാനിന്നും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കണ ആളാണ്. തോള് കൈയിട്ടിട്ടേ കുറെ നായ ഉണ്ടാവും, കുറെ പൂച്ച ഉണ്ടാവും. എൻ്റെ അടുത്ത് ഞാൻ അങ്ങാടിയിലിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ജീവിക്കണ ആളാണ്. അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. വലിയ എൻ്റെ ആഗ്രഹം എനിക്കില്ല. വലിയൊരിൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഒട്ട് മൈൻഡ് ചെയ്യാനും പോക്കില്ല. എനിക്കൊരു മനുഷ്യൻ വരുമ്പോൾ എനിക്ക് ആളെ പറ്റണം. എനിക്ക് ഒറ്റമോട്ടത്തിന് മനസ്സിലാവും ഇന്നതാണ്. അങ്ങനത്തെ ഒരു എനിക്ക് പറ്റുന്നവരാണ് വേഗം പോയി കഴിയുമ്പോൾ പിടിക്കും, നന്നായിട്ട് പെരുമാറും. പറ്റാത്ത ആൾക്കാരാണ് എനിക്ക് കണ്ടറിയാത്. അതായത് മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ ചോയ ആ മനുഷ്യനുണ്ടാവും, അല്ലെങ്കിൽ ഒരു കിളിയുടെ പക്ഷികളുണ്ടല്ലോ അതിൻ്റെ രൂപം ഉണ്ടാവും, അല്ലെങ്കിൽ കിളികളുടെ ഈ പക്ഷികളുടെ രൂപം ഉണ്ടാവും, അല്ലെങ്കിൽ ജന്തുക്കളുടെ രൂപം ഉണ്ടാവും ഈ മനുഷ്യൻ്റെ. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇല്ലാതെ ഇരിക്കില്ല. അത് കണ്ടാൽ തിരിച്ചറിയണം. അത് വലിയ പണിയാണ്. ബ്രഹ്മരഹസ്യമായ കാര്യങ്ങളാണ്. അതിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ എന്നെയൊക്കെ പെട്ടെന്ന് കണ്ട് മനസ്സിലായോ? നിങ്ങളൊരു പാവം, നിങ്ങൾ ജീവിക്കണ്ടേ? നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന അത്ര തന്നെ. പിന്നെ അഹംഭാവം പാടില്ലേ? അഹംഭാവം വന്നു കഴിഞ്ഞാൽ പാടില്ല. ഇപ്പൊ അഹംഭാവം ഉള്ള ഇപ്പോ പനിയായിരുന്നു. ആയിക്കോട്ടെ. അഹംഭാവം എന്ന് പറയുമ്പം നമ്മൾ 1-2 പടത്തിലൊക്കെ അഭിനയിച്ചവർ ചിലപ്പം ഭയങ്കര ഹിറ്റ് ആകുമ്പോഴേക്ക് പെട്ടെന്നൊരു അഹംഭാവം വന്ന് തലേക്ക് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും മൈൻഡ് ആക്കില്ല. ഒരു മനുഷ്യൻ അഹംഭാവം വരാൻ പാടില്ല. ആ പോണ പോക്കിൽ അങ്ങനെ പോവുക. അതിൽ വന്നതുണ്ടാവും പോയതും. അഹംഭാവമുള്ള ആൾക്കാരെ അവസാനം വലിയ ഗതികാട്ടിലാവും വരിക. അപ്പൊ കന്നുകാലി കച്ചവടം എന്ന് പറഞ്ഞാൽ പശുവിനെ മാത്രമേ കച്ചവടം മാത്രം, വേറെയുള്ള ഒരു കച്ചവടം ഞാൻ ചെയ്യില്ല. ഇതിന്റെ കച്ചവടം ഇല്ല. ഇപ്പൊ പോത്ത് ഒക്കെ ആണെങ്കിൽ അറക്കണോ?
പശു മാത്രം. ഇത് ഞാൻ പോകുമ്പോൾ എൻ്റെ ഒപ്പം പോരുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്യണ കർമ്മങ്ങൾ താന്താനരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുമെന്നേ വരുന്ന. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ദോഷം അവനവൻ എടുത്തോളുക, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഉണ്ണിയായിരിക്കും വേണ്ട, ആ അഭിപ്രായം ചോദിക്കണ്ട. ഞാൻ പശുക്കളെ വിൽക്കലുള്ളൂ, അത് എൻ്റെ കുട്ടികളുടെ ജീവിത പ്രശ്നം, അത് മാത്രം മതി. മറ്റൊന്നും എനിക്കറിയില്ല. വിറ്റാലും വേണ്ട, വാങ്ങിയാലും വേണ്ട, തിന്നാലും വേണ്ട, എന്താക്കിയാലും വേണ്ട. ഞാൻ പച്ചക്കറി പണ്ട് തൊട്ടേ വെജിറ്റേറിയൻ ആണ്. അതെന്താ? അതാണ് ഈ ആരോഗ്യം ഇങ്ങനെ? അതല്ല, നമ്മള് ഇപ്പൊ എല്ലാരും വയറും ചാടി അങ്ങനെ നമ്മള് ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു കൊഴുപ്പടിഞ്ഞു കൂടി, ഇതെന്ന് വെച്ചാൽ നല്ലൊരു ശരീരം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വെജിറ്റേറിയൻ ആയതുകൊണ്ടാണോ? അല്ല കുട്ടി, ചില മനുഷ്യന്മാർ ജനിക്കുമ്പോൾ തന്നെ ഓൻ്റെ ശരീരം നന്നാവും. ചിലത് പഞ്ഞി പോയാൽ തലക്കാണിമായിരിക്കും, അവിടെയും ഇവിടെയും മുഴച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർ വയറ് തൂങ്ങിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ ശരീരം അങ്ങനെ ആയിരിക്കും. അത്ര ഇപ്പം നിങ്ങളോട് ഞാൻ പറയുന്നുള്ളൂ. അതിന് ലക്ഷണങ്ങൾ വേറെ. അത് അത്തരം ആൾക്കാരെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അത് ഇയാൾ ഇന്ന ഗ്രഹത്തിൽപ്പെട്ട ഇന്ന ഇതിൽപ്പെട്ട ആളാണ്, അയാളുടെ ശരീരം ഇന്നതാണ്. ബ്രഹ്മ, വൈഷ്ണവ, ശൈവ 3 തരം ശരീരമുണ്ട് മനുഷ്യന്റെ. 3 തരം ശരീരമുണ്ട്. ഗരുഡ മുഖം, നെതിയടി പാദം എന്നൊക്കെ പറയണത് ഉണ്ട് അതിൽ. ആത്മീയതയിലേക്ക് പിന്നെ ഒരുപാട് സഞ്ചരിച്ച നോക്കിയാൽ അറിയാം അവർക്ക് ഇന്ന ഉപാസന ഉണ്ട്. അവര് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ അവരെ കണ്ടാൽ മനസ്സിലാവും അവരുടെ ഉപാസന എന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അത് കണ്ട് അത് ബ്രഹ്മരഹസ്യമായ കാര്യങ്ങൾ ധ്യാനത്തിൽ കൂടി തന്നെ വരുള്ളൂ. ദാനം, ധ്യാനല്ല. പഴയ പേര് ദാനം എന്നാണ്, ഇപ്പോഴത്തെ പേര് ധ്യാനമായതാ. ഇരുത്തങ്ങനെ ഇരുന്നിങ്ങനെ അങ്ങനെ പോകും. അത് വലിയ കാര്യങ്ങളാണ് അതൊക്കെ. തൻ്റെ ആത്മാവ് തന്നോട് സംസാരിക്കും. ആത്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അറിയോ? ഇവിടെയാണ്, ഉച്ചിയില്. ഞാൻ പഠിച്ച എൻ്റെ ഗുരുനാഥന്മാരെ പഠിപ്പിച്ചു തന്ന സ്ഥലം എന്താണ്? അവിടെയാണ് ആത്മാവ് സ്ഥിതി ചെയ്യും. ചെറിയ കുട്ടി ജനിച്ച് അവിടെ അമർത്തി അങ്ങനെ എപ്പോഴും വിളിച്ചിട്ട് അമരും. നോക്കിയിട്ടുണ്ടോ? അവിടെ ഉറച്ചിട്ടുണ്ടാവില്ല. ആത്മാവ് സ്ഥിതി ചെയ്യണത് ഇതിലാണ്. അത് പിരിഞ്ഞു പോകുന്നത് സ്ത്രീക്ക് ഇന്ന ഭാഗത്തു കൂടി ആത്മാവ് പിരിഞ്ഞു പോകും, പുരുഷന് വേറെ ഭാഗത്തു കൂടി പിരിഞ്ഞു പോകും. ഇതൊക്കെ കണക്കുണ്ട്. അതാണ് പറഞ്ഞത് ബ്രഹ്മരഹസ്യമാണ്. അങ്ങോട്ട് ചോദിക്കേണ്ട, അത് പറയാൻ തയ്യാറല്ല. മുത്തശ്ശൻ ഒരു കഥകളി കലാകാരനൊക്കെ ആയിരുന്നു. മുത്തശ്ശൻ കുട്ടനായർ, ഇളയടത്ത് കുട്ടനായർ, പുന്നശ്ശേരി. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു കഴിവാണോ ഈ ഒരു എന്താ പറയാ അഭിനയം? ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഞാൻ മറുജന്മ വിശ്വാസിയാണ്. അപ്പൊ ചിലപ്പോ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്, ഇല്ലാന്ന് പറയാനും വയ്യ. അപ്പൊ അഭിനയം കുട്ടിക്കാലം തൊട്ട് ഇഷ്ടമാണോ? ഒരുപാട് ചെറിയ കുട്ടിക്കാലം തൊട്ട് തന്നെ ഇഷ്ടമാണ്. നാടകം അന്ന് പുന്നശ്ശേരി ഇല്ലത്ത് പാട്ടുപാടി കളിക്കും. പുന്നശ്ശേരി മന എന്ന് പറഞ്ഞ നീലകണ്ഠ ശർമ്മയുടെ മനണ്ട്. അവിടെ പോകുമ്പോൾ എൻ്റെ അമ്മയുടെ ഒപ്പം പാട്ടുപാടി കളിക്കും. ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. അന്ന് തുടങ്ങിയതാണ് ഈ വക കാര്യങ്ങളൊക്കെ. പെണ്ണുങ്ങളിൽ പാട്ടുപാടി കളിക്കും. അപ്പൊ അതിന്റെ പുറകെ പോയില്ല. പിന്നെ അതിനോട് ഇങ്ങനെ താല്പര്യം വന്നു, കലാപരമായിട്ടുള്ള. അങ്ങനെ വലിയ വലിയ ഈ സംഗീതത്തിനും പാട്ട് തമിഴ്നാട്ടിൽ പോയി ഞാനേ ഞങ്ങളുടെ കൊണ്ട്. പിന്നെ ഈ സംഗീതം കേട്ട് വലിയ ഇഷ്ടമായി അത്. പാട്ട് മഹാന്മാരൊക്കെ പാടുന്ന ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനോട് വലിയ താല്പര്യമായി. പിന്നെ നാടകം, അത് അങ്ങനെ ഞങ്ങൾ വന്നു ഇതുവരെ. സിനിമയായിരുന്നോ മോഹം? ഇല്ല, സിനിമയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല കുട്ടി, യഥാർത്ഥം പറയാം. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായതാണ് അത്. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു എൻട്രി? എങ്ങനെയാണ്? സെക്രട്ടറിയാണ് കൊണ്ടുവരുന്നത്, ഈ സുഡാനിന്റെ സെക്രട്ടറി. അയാളെ ഓനോട് അൻവർ റഷീദ് ഇന്നാണ് കൊണ്ടുചെല്ലാൻ പറഞ്ഞ് അങ്ങനെയാണ് വരുന്നത് കോഴിക്കോട്. അല്ലാതെ ഞാൻ അതിന്റെ മുന്നേ സിനിമയായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ കന്നുകാലിയും കൊണ്ട് നടക്കുമ്പോഴാണ് സക്കരിയ കണ്ടുമുട്ടിയെന്ന് സക്കരിയ കന്നുകാലി കച്ചവടക്കാരനാണെന്ന് ഓനെ അറിയാം. അങ്ങനെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. വന്ന് കണ്ടിട്ട് കൊണ്ടുപോയതാണ്. അപ്പൊ എന്തായിരുന്നു സക്കരിയ എന്ന് പറഞ്ഞു? സക്കരിയൊക്കെ അറിയാം ഞാൻ ഈ വക കാര്യത്തിൽ താല്പര്യം ഉണ്ടാവും. മുന്നേര് നാടകമൊക്കെ കളിക്കുന്ന ആളാണെന്ന് ഓനറിയാം എന്നെ പറ്റി. അങ്ങനെയാണ് കൊണ്ടു ചെല്ലുന്നത്. അവിടെ നിങ്ങട്ടാണ് സിനിമ. സക്കരിയ എപ്പോഴും ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കും, വർത്താനം പറയും. ഉണ്ണിച്ചേട്ടനായാലും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഏതാണ് ഇതുവരെ ചെയ്തതില്? ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞപ്പോ ദിലീപിന്റെ പടത്തിലൊക്കെ ഒന്നും മോശപ്പെട്ട പടമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ദിലീപേന്റെ കൂടെയൊക്കെ വരാനുണ്ടല്ലേ? പടം വരാണ്ട്, ദിലീപിന്റെ ഒരു പടം. അത് പറയാൻ പറ്റുമോ? എന്റെ ഇപ്പൊ പറയില്ല, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ദിലീപാണ് നായകൻ. ഞങ്ങൾ രണ്ടാളും കൂടി ചെറിയ നേരിട്ടുള്ള സീനുകളില്ല അതിൽ. എന്നാലും വിനീത് ശ്രീനിവാസന് ഞാനും കൂടിയൊക്കെ സീനുണ്ട്. അതിപ്പോൾ പേരൊന്നും പറയുന്നില്ല, ഞാനത് പറയാനായിട്ടില്ല. ദിലീപേട്ടൻ്റെ കൂടെ ഇങ്ങനെ ദിലീപേട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഈ മൂവി വരുന്നത്. ഞാൻ ഈ വ്യക്തിയെ നടാടെ കാണുക. അവിടെ ചെല്ലുമ്പോൾ ദൂരം വിട്ട ഒരു കാഴ്ച കണ്ടു, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ബന്ധങ്ങളോ ഞങ്ങൾ തമ്മിലില്ല. ദിലീപേട്ടനുമായിട്ട് ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ ദൂരം വിട്ട് കണ്ടു, അത്ര മാത്രം. ഇഷ്ടമാണ് ഒരുപാട് കോമഡിയൊക്കെ. ദിലീപേട്ടൻ്റെ കോമഡിയൊക്കെ ഇഷ്ടമാണോ പണ്ട് തൊട്ട് അഭിനയിക്കുന്നത്?
കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്. ഞാൻ പ്രത്യേകിച്ചേ മലയാള സിനിമ ഞാൻ കാണുന്നത് കുറേ കാലം മുന്നേ നിർത്തിയതാണ്. ആണോ? അതെന്താ? അതങ്ങനെയാണ്. കാരണം ഞാൻ അന്ന് നിർത്തുന്ന കാലത്ത് എനിക്ക് താല്പര്യം മമ്മൂക്കാടെ ഒരു പടം കണ്ട് നിർത്തിയത്. പിന്നെ ഞാൻ പോയിട്ടില്ല. ഏതായിരുന്നു മമ്മൂക്കയുടെ പടം? മമ്മൂക്കാടെ വടക്കം വീരകഥ. വടക്കം വീരകഥ ആ പടം ഞാൻ തോന്നുന്നുണ്ട് അങ്ങനെ കണ്ട് നിർത്തിയതാ പണ്ട്. പിന്നെ ഞാൻ അങ്ങനെ സിനിമകളിൽ കയറില്ല. ഇല്ല. പിന്നെ വെറുതെ അന്നും മമ്മൂക്കാടെ സിനിമ അടക്കമൊക്കെ ഞാൻ കാണും. അത് പിന്നെ ഒരു സിനിമക്കും ഞാൻ കയറിയില്ല. വടക്കം വീരകഥയ്ക്ക് ശേഷം മമ്മൂക്കയുടെ ഒരു സിനിമയും കണ്ടില്ല. വടക്കം വീരകഥ ഉണ്ട്. അതിപ്പോ റീ റിലീസ് ഒന്നുകൂടി ചെയ്തപ്പോ അതൊന്നും കണ്ടില്ല. പിന്നെ എന്തിനാ അത് ആദ്യം കണ്ട പോരെ, പിന്നെയും പോയി കാണാൻ നോക്കാം. സിനിമ കാണുമ്പോൾ എന്താ സംഭവിച്ചാൽ പഴയ കാലത്തെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ വലിയ വലിയ മെസ്സേജുകളുണ്ടാവും മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഞങ്ങളൊക്കെ സിനിമ കണ്ടിരുന്ന കാലത്ത് ഇപ്പോഴത്തെ സിനിമ എങ്ങനെയാണെന്ന് ഞാൻ അറിയില്ല. സിനിമ കോമഡിയാണ്. എന്തായാലും കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ കുറച്ച് നേരം നിൽക്കണം. മനസ്സിൽ നിൽക്കണം. കഥാപാത്രമാണ്, കഥാ മെസ്സേജ് മാധ്യമമാണ്. എൻ്റെ കാഴ്ച അങ്ങനെയാണ്. കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയിരിക്കണം സിനിമ എന്ന് ആഗ്രഹിക്കണവരാണ് ഉണ്ണിയായിരിക്കും. ആ കുട്ടിക്ക് ഒരു കഥ കേൾക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരോടും പറഞ്ഞില്ല, ഇതുവരെ പറയാത്തൊരു കഥയാണ്. ഞാൻ എല്ലാം കൊണ്ടും ജീവിതത്തിൽ വെറുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇന്നത്തോടു കൂടി ജീവിതം അവസാനിക്കാന്ന്. സത്യമാണ് ഈ പറഞ്ഞത്. ഇതിനു മുമ്പിൽ നിന്ന് കളവ് പറയില്ല. അപ്പോൾ എനിക്ക് രാത്രി എല്ലാ പരിപാടിയും കഴിച്ച് ഇന്നത്തോടു കൂടി കഥ കഴിച്ച് ഇനിയിപ്പോൾ ജീവിക്കണ്ടെന്ന് ഉറപ്പിച്ച് ഞാൻ വരുമ്പോൾ ഒരു സിനിമയ്ക്ക് ഒന്ന് കയറുക. ലാസ്റ്റ് അവസാനം വെച്ച് സിനിമ ഒന്ന് കാണുക. വെച്ചിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുക. അപ്പോൾ എൻ്റെ അതേ കഥാപാത്രമാണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലൻ കെ നായരാണ് അതിൽ നടൻ. രാക്കുയിലോ എന്തോ പറഞ്ഞൊരു പടം. ആ പടം ഇങ്ങോട്ട് കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സാണ് മാറുകയാണ് അവിടുന്ന്. അതായി അങ്ങനെ ആയിരിക്കണം സിനിമ. ജീവിക്കാനുള്ള ആഗ്രഹം വരികയാണ്. സിനിമ കണ്ടിറങ്ങി നോക്കുമ്പോൾ ആള് മാറി. എനിക്ക് ഇങ്ങനെ മരിക്കേണ്ട തോന്നി. ഇത് യഥാർത്ഥ സത്യമാണ് ഈ പറഞ്ഞത്. അങ്ങനത്തതായിരിക്കണം സിനിമ. മനുഷ്യന്മാരെ നല്ല വഴിക്ക് നയിപ്പിക്കണം സിനിമ കണ്ട. അതാണ് സിനിമ. അപ്പോ ശരിക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് കൊണ്ടുവന്നാണ് മൂവി. ആ ഒരൊറ്റ പടം എന്നെ രക്ഷപ്പെടുത്തിയത്. അത് ഇപ്പൊ ഇരുന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ സിനിമ മാധ്യമല്ലേ? അതെ അതെ, മാധ്യമമാണ്. അതാണ് ഏറ്റവും വിലപ്പിടിച്ചതാണ് സിനിമ. ഇത് അറിഞ്ഞിട്ട് വേണം അത് അഭിനയിക്കാനും എന്തിനും. അപ്പൊ എന്തായിരുന്നു അപ്പൊ ജീവിക്കണ്ടെന്ന് ഒരു തോന്നൽ എന്തായിരുന്നു? അതിന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അപ്പോ ജീവിത പരാജയം. ജീവിതത്തിൽ ജീവിക്കാൻ ഒരു വഴി വേണ്ടേ? അന്ന് ഒരു ഗതി എനിക്കില്ല. ഗതി ഇല്ലാത്തോടത്തുനിന്നാണ് ഗതി കിട്ടണത്. അത് പറഞ്ഞാൽ ഗതി ഇല്ലാതെ വന്ന് ഒക്കെ നശിച്ചു പോയപ്പോൾ ഞാൻ പഠിക്കുകയാണ്. എന്ത് പഠിക്കണമെന്നറിയാം. പിന്നെ പല വലിയ വലിയ മുതലാളിമാരും മറ്റവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കളിയൊക്കെ കാറി തുപ്പുക. നായരായി ജനിച്ച് എന്താ അങ്ങനെയെന്ന്. അപ്പം ഈ ഒരു മാനക്കേട് ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ ആളാകെ മാറുകയാണ്. എനിക്ക് തോന്നി ഇനി ജീവിക്കണം എന്ന് തോന്നി. പിന്നെ ഞാൻ വേറെ ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. കാരണങ്ങൾ ആലോചിക്കണങ്ങൾ. മഹാദേവന്റെ വിദ്യ. അങ്ങനെ ഞാൻ മധ്യമകർമ്മങ്ങൾ പഠിക്കുകയാണ്. മധ്യമകർമ്മങ്ങൾ നശിപ്പിക്കണം എന്നുള്ള ഇതിൽ പഠിക്കുകയാണ്. അങ്ങനെ പട്ടാമ്പിൻ്റെ ഒരു ഗുരുനാഥുണ്ട്. മൂപ്പരോട് ചെന്നിട്ട് അതിൻ്റെ വിദ്യകൾ ഉപദേശിക്കാൻ പഠിച്ച് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി അടുത്തേക്ക് ചെന്ന സമയത്ത് അടുത്തെത്തി കഴിഞ്ഞു. പിന്നെ സേവയാണ്. അത് ഇവിടെ എല്ലാം സേവിക്കേണ്ടത്. കല്ലടിക്കോട് മലയുടെ മുകളിൽ നിന്ന് സേവ ചെയ്യണം. ബാക്കിയൊക്കെ ഞാൻ കഴിച്ച സമയത്ത് ആ സമയത്ത് എത്തിയ സമയത്ത് എനിക്ക് കാര്യപ്പെട്ട ഒരു ഇത് കിട്ടി. വേണ്ട, അത് പഠിക്കരുത്. ഉത്തമം മധ്യമം വേണ്ട, ഉത്തമം പഠിച്ചാൽ മതി. പിന്നെ ഉത്തമത്തിൽ കിടന്നു. അതിൻ്റെ അമ്മാവനും മറ്റുള്ളവരും തന്നെ ഗുരു. വടുതല ശങ്കരൻ നായർ എൻ്റെ അമ്മാവൻ, മൂപ്പരാണ് അതിൻ്റെ ഗുരു. അരസലങ്കാട് അയ്യര്, പാലക്കാട് കൃഷ്ണമൂർത്തി അയ്യര്. കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ പേര് ഒരു അയ്യര്. അയാൾ പഴനിയിൽ വെച്ചിട്ടാണ് ഞാൻ മൂപ്പരെ. പരമേശ്വര അയ്യങ്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. ജലസേവ മറ്റുള്ളതൊക്കെ. അങ്ങനെയാണ് പഠിപ്പ്. പിന്നെ അങ്ങോട്ട് പഠിക്കണം എന്ന് തോന്നി. ജീവിക്കണം എല്ലാവരുടെ മുന്നിൽ. അച്ചാരൂടം പഠിച്ചിടിൽ വിശ്വത്തെ ജയിച്ചിടാം, അച്ചാരൂടം പിഴച്ചിടിൽ വെട്ടുകൊണ്ട് മരിച്ചിടാന്ന. പിന്നെ അങ്ങോട്ട് തോന്നി എനിക്ക് നീ കാണാത്ത അമ്പുകൾ പഠിക്കണം. നേരിട്ട യുദ്ധം വേണ്ട, കാണാത്ത യുദ്ധം, ചരകൂട പ്രയോഗങ്ങൾ അങ്ങനെയുണ്ട്. മാന്ത്രികത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോതും. അനാരത്ന കിരോട ജലമണി മഹാകുണ്ടലം അസ്താഭ്യം കർമ്മമന്ത്രേ. പിന്നെ അവിടുന്ന് അങ്ങോട്ടുണ്ട് ഞാൻ ചെല്ലുന്നില്ല. ഇങ്ങനെ തൊട്ടിട്ട് അങ്ങോട്ട് ചെല്ലി പിന്നെ അങ്ങോട്ട് ഇതാവുകയാണ്. ഇനി എന്താ ഉണ്ണിയാരെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയാണ്ടോ? ഇനി കൂടുതലിരുന്ന് അങ്ങോട്ട് തലയിലെഴുത്ത് ഇന്നാന്ന് പറഞ്ഞ ആ സുബ്രഹ്മണ്യ സ്വാമി എനിക്ക് അതിനുള്ള കഴിവും തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിടക്കണ്ട.
ഈ ജാതി പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പാവപ്പെട്ടവരാ. ഒരു ചെറിയ നെടുമ്പരയിൽ പാവപ്പെട്ട നായന്മാരെ കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ടവനാണ്. അന്നും ഇന്നും ഞാൻ പാവപ്പെട്ടവനാണ്. അപ്പം അതിനോടുള്ള ചില ഓൻ പോണ കണ്ടോ, ഓന് മുണ്ടുമില്ല, നല്ല കുപ്പായമില്ല, ചളി പെനഞ്ഞ ജീവിതമാണ്. ഈ കൂലി പണി കൊടുക്കല്ലേ. അങ്ങനെയെന്ന് പറഞ്ഞാൽ പുച്ഛം ഉണ്ടായി. അതുകൊണ്ട് മനസ്സിന് വലിയ വിഷമം സംഭവിച്ചെനിക്ക്. ജീവിക്കാൻ വേറെ വഴിയില്ല. 2-3 പെൺകുട്ടികളാണ്. അന്ത്യാകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണം കുട്ടിയെ. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് 14ൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അന്ന് അതല്ല ശരി. എൻ്റെ ഈ മുണ്ടിൻ്റെ താല്പര്യത്തിൽ 4 അരി വെട്ടി കൊണ്ടുപോകണം വെച്ചുണ്ടാക്കണമെങ്കിലേ. അങ്ങനെ കാലങ്ങൾ, അങ്ങനത്തെ സമയങ്ങൾ കഴിഞ്ഞു പോയി കുട്ടിയെ ജീവിതത്തിൽ. എല്ലാ പണിയും എടുത്തിട്ടുണ്ടോ? ഞാൻ എടുക്കാത്ത പണികളൊന്നുമില്ല. ഏറ്റിയിട്ടുണ്ട്. കിൻഡലിൻ ചാക്ക് അതൊന്നും സ്ഥിരം. കൈക്കോട്ട് കളച്ചിട്ടുണ്ട്. എല്ലാ പണിയെടുത്തിട്ടുണ്ട്. പൈക്കളുടെ എല്ലാ, നാൽക്കാലിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പശു വളർത്തലാണ് എൻ്റെ പശു വളർത്തലൊക്കെ തമിഴ്നാട്ടിൽ കുതിര, പശു ഒക്കെ ഉണ്ടായിരുന്നു. പശു വളർത്തലിലൂടെ ജീവിതം കൊണ്ടുപോകാൻ എപ്പോഴാണ് തീരുമാനിച്ചത്? പശു വളർത്തൽ അതൊക്കെ പിന്നീടല്ലേ. പണം വന്നു. പിന്നീട് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ പണം വന്നിട്ടാണ് പിന്നെയാണ് ജീവിതം. കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് സുഖമായത് ഇപ്പോഴാണ് സുഖമായിട്ട് ജീവിക്കുന്നത്. അതെ. 3 പെൺകുട്ടികളാണ്. മനസ്സുകൊണ്ട് നമ്മൾ മനുഷ്യനല്ലേ കുട്ടിയെ. അതെ. എന്ത് ജാതി, എന്ത് മതം. നേരത്തെ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി. ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചായിരിക്കും ഒരു ഈച്ച തൊട്ട് എറുമ്പ് തൊട്ട് എല്ലാ ജീവിയും ഒന്നാണ്. എല്ലാറ്റിനും ആത്മാവുണ്ട്. മനസ്സിലാവണ്ട? അതേമാതിരി മനുഷ്യനുള്ള ആത്മാവ് അത്ര തന്നെ. അവർക്ക് തിരിച്ചറിവില്ല. ഒരു പൂച്ച വലിയൊരു എയറോപ്ലെയിൻ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. എന്നാൽ അവർക്ക് അനുസരിച്ച ബുദ്ധി അവർക്കില്ലേ? പൂച്ചക്ക് നമ്മളെക്കാളും വലിയ ബുദ്ധിയാണ് ചില സമയത്ത്. അല്ലേ? കൊതുണ്ട് നമ്മളെ കടിക്കുന്നത്, അതിന് ബുദ്ധിയില്ലേ? അതുകൊണ്ടാണല്ലോ ഒന്ന് കടിക്കുന്നത്. പക്ഷെ കൊതു ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കിയെന്ന് പറയില്ല. അപ്പൊ എല്ലാറ്റിനും അതിനനുസരിച്ച് കാര്യങ്ങളുണ്ട്. മനുഷ്യനുമുണ്ട്. അന്നേരം ഇപ്പം ഇനി ഒരുപാട് മൂവി. പിന്നെ അത് വർദ്ധിപ്പിക്കലേ നമ്മളെ ഭക്ഷണത്തിൽ കൂടിയാ. ഭക്ഷണം കഴിക്കണത് നന്നാവണം, ദൈവവിശ്വാസം വേണം. അപ്പൊ കുറച്ചും കൂടി ബുദ്ധി ഉയർന്നു കിട്ടും. ഡിഗ്രി ഭക്ഷണം അധികം കഴിക്കാറില്ലെന്ന് തോന്നുന്നല്ലേ ആവശ്യത്തിന്. ഡിഗ്രി ഉയർന്നു കിട്ടും. ഈ കണ്ണു കണ്ടൊക്കെ തിന്നു കഴിഞ്ഞാൽ ബുദ്ധി മന്ദപ്പ് വരും. അകലം കാഴ്ച കുറയും, ധ്യാന കാഴ്ച കുറയും. വേറെ കുഴപ്പമൊന്നുമില്ല. അകന്നു നിൽക്കുന്നത് കാണാൻ നമുക്ക് സാധ്യമല്ല. ഭക്ഷണം അതിനനുസരിച്ച് ഭക്ഷണങ്ങളൊക്കെ ആകുമ്പോൾ ധ്യാനവും മറ്റുള്ളവർ ചെല്ലുമ്പോൾ ഉയർന്ന ചിന്താഗതി നമുക്ക് വരിക. അങ്ങനെയുള്ള കുഴപ്പമാണുള്ളത്. വേറെ മനുഷ്യൻ്റെ ശരീരത്തിനൊന്നുമില്ല. ആക്ച്വലി ഇത് ആത്മാവ് ഏതിൻ്റെയും പരിശുദ്ധിയാണ്. ആത്മാവ് ഏതിൻ്റെയും പരിശുദ്ധിയാണ്. എല്ലാ ജീവിയിലും മനുഷ്യൻ്റെ ഒക്കെ പരിശുദ്ധിയാണ്. കേടെടുത്തുന്നത് മനസ്സാണ്. നമ്മളെ നയിപ്പിക്കുന്നത് മനസ്സാണ്. അച്ഛൻ, അമ്മ, ഏട്ടൻ എന്ന് പറഞ്ഞ 3 ഇതാണ്. മനസ്സ്, ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയം. മനസ്സാണ് എല്ലാറ്റിനും കാരണം. ഇന്ദ്രിയം വേണ്ടാത്ത കാര്യത്തിനും പ്രകടിപ്പിക്കില്ല. മനസ്സ് പ്രകടിപ്പിക്കും. അത് പോയി ചെയ്യുന്നു. ആ വഴിക്ക് നമ്മളെ ആത്മാവും ചെല്ലും. അതായത് ദൈവം എന്ന് പറഞ്ഞ ആത്മാവ് അതിൻ്റെ ഒപ്പം കൂട്ടി നിൽക്കുക. കാരണം എൻ്റെ മനസ്സങ്ങട്ടല്ലേ പോണ്. ഇതൊന്നൊക്കെ വേറിടണം. വേറിടാൻ കുറച്ച് പണിയാ. കളരി പഠിച്ചത് ചെറുപ്പം തൊട്ട്? അതൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് തൊട്ട് പഠിപ്പുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കളരിയൊക്കെ ചെയ്യോ? ഇപ്പൊ ഒന്നും ചെയ്യില്ല. ഞാൻ കുറേ. മലപ്പുറം എങ്ങനെയാണ് അത്രത്തോളം സ്നേഹം നൽകുന്നുണ്ട്? മലപ്പുറംകാരുടെ സ്നേഹം എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ജീവനോടില്ല. എൻ്റെ കുടുംബവും ഇല്ല. അവിടുത്തെ ജനങ്ങളാണ് എന്നെ ഈ ലെവലിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. മലപ്പുറം ജില്ലക്കാർ. ഇങ്ങനെയൊക്കെ വിഷമത്തിൽ ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ സ്നേഹിതന്മാർ അവിടെ കുറേ ഉണ്ട്. അതുള്ള കുട്ടികളുണ്ട്, അമീത് പാണ്ഡികസാലുണ്ട്. എന്ത് വേണമെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇന്ന് നിലനിന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ പോയിട്ടുണ്ടാവും. അവരുടെയൊക്കെ സഹായമാണ് ജീവിച്ചത്. ഇത് സത്യമാണ്, ഞാൻ കളവ് പറയില്ല. ആ ജില്ല ആയതുകൊണ്ടാണ് എൻ്റെ ഈ പാവപ്പെട്ട ഉണ്ണിനായരൊന്നും ജീവിച്ചിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ സഹായം. മതവും ജാതിയും ഒന്നും എൻ്റെ കാര്യം എന്തുണ്ടെങ്കിലും റെഡിയാണ്. അത്രയും മതസൗഹാർദ്ദമാണല്ലേ. കുപ്പായം ഇടാനില്ലാത്ത കാലത്ത് കുപ്പായം തരും, ചെരുപ്പ് തരും. അവര് ഉള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് പോരാ. അങ്ങനെയൊക്കെ എന്നെ രക്ഷിച്ചു പോകുന്നത്. അവരൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ പുതിയ മൂവിയൊക്കെ ഇറങ്ങുമ്പോൾ? എൻ്റെ ഒപ്പം ഉണ്ടാവും, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. ഇന്ദ്രൻ ചേട്ടന് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഭയങ്കര ഒരു പാവമായിട്ടുള്ള മനുഷ്യനാണ്. ഞങ്ങൾ നാടാടപ്പാടല്ലത്.
വേറെ കണ്ണൂർ വെച്ചൊരു പടം ചെയ്തു. അപ്പം ഞാനും ഇന്ദ്രൻസ് ഒരു പടം ഇപ്പം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ദ്രൻസേനെ കുറിച്ച് ഉള്ളൊരു അനുഭവങ്ങളൊക്കെ എങ്ങനെ? ഒരു കളങ്കല്ലാത്ത നല്ല മനുഷ്യൻ. ജഗദീഷും അതേമാതിരി തന്നെ, അതൊന്നും കുഴപ്പമില്ല. നമ്മളായിട്ട് പെരുമാറാൻ നമ്മളായിട്ട് നിൽക്കാം. നമ്മളായിട്ട് നല്ല പെരുമാറ്റമാണ് അവരൊക്കെ. എങ്ങനെ ആണ് ഈ സിനിമയില് വന്നതൊക്കെ എങ്ങനെയായിരുന്നു പരിവാറില്? ഇന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇവര് വിളിക്കാണ്. ഞാൻ എങ്ങോട്ടും പോക്കില്ലേ, ഞാൻ എൻ്റെ നാട്ടിലായിരിക്കല്, അല്ലാതെ എറണാകുളത്തൊന്നും താമസം എനിക്കില്ല. ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് തന്നെ. ആവശ്യക്കാരനെ അങ്ങോട്ട് വിളിക്കും. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ള എല്ലാവരും പോയി സിനിമ കാണുക, പടം വിജയിപ്പിക്കുക, ഇത്ര മാത്രമേ ഉണ്ണിനായർക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.